ഗൈസ്, നമുക്ക് മാത്സ് പ്രാക്ടിക്കൽസിലെ അടുത്ത എക്സ്പെരിമെന്റ് ലാബ് 3 ഡൊമെയിൻ ആൻഡ് റേഞ്ച് ആണ്. നമ്മൾ ഫംഗ്ഷൻസിന്റെ വാല്യൂസ് പഠിച്ചു, ഫംഗ്ഷൻസ് പഠിച്ചു. അപ്പൊ അതേപോലെ തന്നെയുള്ള ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്. അപ്പൊ എക്സ്പെരിമെന്റിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് വരയ്ക്കുന്നു, ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കുന്നു. വെരി സിമ്പിൾ. അപ്പൊ നിങ്ങൾക്ക് ഇത്തവണത്തെ സിലബസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, കുറച്ച് പ്രിസ്ക്രൈബ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഫംഗ്ഷൻസിന്റെ ഗ്രാഫിന്റെ ഡൊമെയിനും റേഞ്ചും മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ആക്ടിവിറ്റി 3.1 നോക്കിക്കേ, 2 ആക്ടിവിറ്റി ഉള്ളൂ കേട്ടോ. 3.2 ഡിലീറ്റഡ് ആണ്. സോ ഇവിടെ നോക്കിയാൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം x²+2 അല്ലെങ്കിൽ 3 മൈനസ് മോഡുലസ് എഫ് എക്സ്. അപ്പൊ നിങ്ങൾ ഇത് ആദ്യം ഇമാജിൻ ചെയ്ത് നോക്കുക എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. എന്നിട്ട് നമുക്കൊന്ന് ഗ്രാഫ് ഒന്ന് വരച്ചു വെക്കാം. എന്നിട്ട് ഡൊമെയിനും റേഞ്ചും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്, ഞാൻ ആദ്യമേ പറയാണ്. സോ ഫസ്റ്റ് വൺ, x²+2. x² എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ഇങ്ങനെ യു ഷേപ്പിലുള്ള ഒരു പരാബോള പോലെ ഇരിക്കുന്ന ഒരു ഗ്രാഫാണ് x². അപ്പൊ +2 എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൽ പഠിച്ചിരുന്നു. f(x + a) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്വേർഡ് ഷിഫ്റ്റ് ആണ് നടക്കുക. അപ്പം എയിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ 2യിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ആയിരിക്കും വരിക. നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇൻപുട്ട് ബോക്സിൽ x²+2. ഓക്കെ, എന്താ വരുന്നത്? x²+2. കണ്ടോ, ഇതിലൂടെ പോകുന്നുണ്ട്, 2യിലൂടെ പാസ് ചെയ്യുന്ന യു ഷേപ്പിലുള്ള ഒരു ഗ്രാഫ്. അപ്വേർഡ് ഷിഫ്റ്റ് 2 യൂണിറ്റ്സ് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡൊമെയിനും റേഞ്ചും എന്താ മക്കളെ? ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ് ആക്സിസിലെ വാല്യൂസ് ഏതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ റേഞ്ച് കൺസിഡർ ചെയ്തിട്ട് വൈ വാല്യൂസ് ഏതൊക്കെ വരുന്നുണ്ട്, വൈ ആക്സിസിന് മേലെയുള്ള ഏതൊക്കെ വാല്യൂസ് ഇതിന് വരുന്നുണ്ട് എന്നുള്ളതാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ -3 വരെയൊക്കെ ഉള്ളൂ മിസ് എന്നൊക്കെ തോന്നും. പക്ഷെ ഇതൊന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര വലിയ വാല്യൂസ് വേണമെങ്കിലും പോകും അല്ലെ, എത്ര വലിയ വാല്യൂസ് വേണമെങ്കിലും. അതായത് എക്സ് ആക്സിസിന് മേലെയുള്ള ഏത് പോയിന്റ് എടുത്തു കൊടുത്താലും നിങ്ങൾക്ക് ഇതിന് ഔട്ട്പുട്ട് കിട്ടും അല്ലെ. x²+2 ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ഒരു -20 അല്ലെങ്കിൽ -30 എന്ന് വിചാരിക്കാം. -30യുടെ സ്ക്വയർ എത്രയാ? 900 + 2 902. നമുക്ക് y ആക്സിസിന് മേലെ വാല്യൂ കിട്ടും. അപ്പൊ ഏത് ആക്സിസിന്, എക്സ് ആക്സിസിന് മേലെയുള്ള ഏത് പോയിന്റ് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ഡൊമെയിൻ എന്ന് പറയുന്നത് എൻറ്റയർ എക്സ് ആക്സിസ് അല്ലെങ്കിൽ R തന്നെയാണ്. റിയൽ നമ്പേഴ്സ്, എൻറ്റയർ റിയൽ നമ്പേഴ്സ് നമുക്ക് ഡൊമെയിൻ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ റേഞ്ച് എന്തായിരിക്കും? വൈ വാല്യൂസ് ആണ് വരിക. ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ വാല്യൂസിനും വൈ വാല്യൂസ് ഉണ്ടോ? ഒന്നാമത്തെ കാര്യം പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ അല്ലെ, നെഗറ്റീവ് വാല്യൂസ് ഒന്നും വരുന്നില്ല. അപ്പം 0ക്ക് മേലേക്കാണ്. ഇനി ഈ കേസിൽ 0 ഉണ്ടോ? 0യും ഇല്ല അല്ലെ. അപ്പൊ 2 തൊട്ട് മേലോട്ടാണ്. ഇനി 2 ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാ? നമുക്ക് ഈ തന്നിരിക്കുന്ന f(x)ല് നമുക്ക് എക്സിന് പകരം ഒരു 0 ഇട്ട് കൊടുക്കാം. 0 ഇട്ട് കൊടുക്കുമ്പോൾ f(x = 2) എന്ന് പറഞ്ഞൊരു ഇമേജ് വരുന്നുണ്ട്. അപ്പൊ 2 ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ റേഞ്ചിനകത്ത്. ഓക്കെ, ഫംഗ്ഷന്റെ ഇമേജ് 2 എന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ x 0 ആവുന്ന സമയത്ത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ. ആ സമയത്ത് നമുക്ക് ഇമേജ് f(x 2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y വാല്യൂ 2 ആണ്. അപ്പൊ 2 ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മുടെ റേഞ്ച് എന്ത് വരും? ക്ലോസ്ഡ് ഇന്റർവെൽ 2 to ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റ് വേണം ഇടാൻ. അപ്പൊ നമ്മുടെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ R ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തൊട്ട് മേലേക്ക്. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ 2 to ഇൻഫിനിറ്റി ആണ് നമ്മുടെ ഇവിടുത്തെ ഡൊമെയിനും റേഞ്ചും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേണ്ട, മൂന്നാമത്തെ മതി. 3 മൈനസ് മോഡുലസ് ഓഫ് എക്സ്. അപ്പം മോഡുലസ് ഓഫ് എക്സ് നമുക്കറിയാം ഇങ്ങനെ 0യിൽ നിന്ന് ഇങ്ങനെ v പോലെ വരുന്ന ഒരു ഗ്രാഫാണ്. അപ്പൊ ഇവിടെ ഉള്ളത് മൈനസ് മോഡുലസ് ഓഫ് എക്സ്. മൈനസ് വരുമ്പോൾ നമ്മൾ റിഫ്ലക്ഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോടാ? -f(x) അല്ലെങ്കിൽ f(-x) ഒക്കെ പഠിച്ചപ്പം നമ്മൾ മോഡുലസിന്റെ ഒരു നെഗറ്റീവ് വന്നപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളത് ഓർമ്മയുണ്ടോ? അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. സി 3 മൈനസ് മോഡ്, ഇത് ഞാനൊന്ന് ഹൈഡ് ചെയ്തിട്ട് അടുത്ത ഗ്രാഫ് വരയ്ക്കുകയാണ്. 3 മൈനസ് മോഡുലസ് എങ്ങനെ എഴുതാ? ആബ്സല്യൂട്ട് അല്ലെ, ABS ഓഫ് എക്സ്. ഓക്കെ, കണ്ടോ റിഫ്ലക്ഷൻ വന്നു, കണ്ടോ താഴേക്കാണ് ഗ്രാഫ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് 3 മൈനസ് അല്ലെങ്കിൽ മൈനസ് മോഡുലസ് ഓഫ് എക്സ് +3 ആയതുകൊണ്ട് അപ്വേർഡ് ഷിഫ്റ്റ് വന്നു. മൈനസ് മോഡുലസ് ഓഫ് എക്സ് ആയതുകൊണ്ട് താഴേക്ക് എക്സ് ആക്സിസിൽ നിന്ന് അങ്ങോട്ടേക്ക് റിഫ്ലക്ഷൻ വന്നു. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിച്ചേ. നമ്മുടെ ഡൊമെയിൻ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ x² ഒക്കെ കണ്ട പോലെ തന്നെയാണ്. എക്സ് ആക്സിസിന്റെ മേലുള്ള ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇതിന് ഔട്ട്പുട്ട് കിട്ടും അല്ലെ. നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെയല്ല, ഇങ്ങനെ നമ്മൾ സൂം ഔട്ട് ചെയ്യുമ്പോൾ കണ്ടോ എവിടെ വേണമെങ്കിൽ ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഡൊമെയിൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് ആക്സിസിന്റെ മേലുള്ള എൻറ്റയർ വാല്യൂസ് അല്ലെങ്കിൽ എൻറ്റയർ R ആണെന്ന് പറയും. റേഞ്ച് എന്താ? വാട്ട് ഇസ് ദ റേഞ്ച്? എവിടെ നിന്ന് എവിടെ വരെ നമുക്ക് വൈ വാല്യൂസ് ഉള്ളത്? ഇവിടെ നോക്കിക്കേ, 3യുടെ മേലോട്ട് ഗ്രാഫ് പോകുന്ന പോലും ഇല്ല അല്ലെ. 3യുടെ മേലോട്ട് ഗ്രാഫ് പോകുന്ന പോലും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3യുടെ മേലോട്ട് വാല്യൂസ് ഇല്ല. ഓക്കെ, 3യുടെ താഴേക്കാണ് നമുക്ക് വൈ വാല്യൂസ് ഒക്കെ വരുന്നത്. ഓക്കെ, വൈ ആക്സിസ് ഇവിടെ നമ്മളിങ്ങനെ ലൈൻ വരയ്ക്കുമ്പോൾ തൊടുന്നത് എവിടെ നിന്ന് അങ്ങോട്ടാ? എക്സ് ആക്സിസിന്റെ പാരലായിട്ട് ലൈൻ വരച്ചാൽ മതി. അപ്പോൾ ഇതിന്റെ മേലെ വൈ ആക്സിസിൽ -3ക്ക് തൊടുന്നുണ്ട്, -5ന് തൊടുന്നുണ്ട് അല്ലെ. എല്ലാത്തിനും വൈ വാല്യൂസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഞ്ച് എന്തായിരിക്കും പറയാൻ പറ്റുക മക്കളെ? 3 തൊട്ട് താഴേക്ക് അല്ലെങ്കിൽ -∞. നമ്മൾ എപ്പോഴും ചെറുതൊന്ന് വലുതിലേക്ക് എന്നാ പറയാം അല്ലെ. അപ്പം -∞ തൊട്ട് 3 വരെ.
ഇനി 3 ഇൻക്ലൂഡഡ് ആണോ, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണോ, ഓപ്പൺ ബ്രാക്കറ്റ് ആണോ ഇടേണ്ടത്? ജസ്റ്റ് ഈ ഫംഗ്ഷനിൽ നിങ്ങൾ എക്സിന് പകരം ഒരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് f of x equal to 3 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ f of x 3 ആവുന്ന ഒരു കേസ് വരുന്നത് കൊണ്ട് 3 ഇൻക്ലൂഡഡ് ആണ്. സോ ഓപ്പൺ -∞ ടു ക്ലോസ്ഡ് 3 ആണ് നമ്മുടെ റേഞ്ച് വരിക. മനസ്സിലാവുന്നില്ലേ മക്കളെ? കുറച്ചുകൂടെ നിങ്ങൾ തിയറിറ്റിക്കലി പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നമുക്ക് 3 കിട്ടി. -∞ ടു 3. എന്തുകൊണ്ടാണ് -∞ ടു 3 വരുന്നത്? നമ്മൾ ചെറുത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂസ് അല്ലേ -∞. നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ അങ്ങനെയല്ലേ? -∞ ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ വരിക? 3 ഏറ്റവും വലിയ വാല്യൂ അല്ലേ -∞ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പെയർ എഴുതേണ്ടത്. അടുത്ത എന്താ വരുന്നത്? 6th 1 ആണ്. മോഡുലസ് ഓഫ് x - 2 + 3. മോഡുലസ് ഓഫ് x - 2 എന്ന് പറയുമ്പോൾ അവിടെ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് ഒക്കെ നടക്കുന്നുണ്ട്. അബ്സല്യൂട്ട് വാല്യൂ ABS ഓഫ് ബ്രാക്കറ്റിൽ x - 2 കൊടുക്കാം. x - 2 ബ്രാക്കറ്റിന്റെ പുറത്ത് എന്താ വേണ്ടേ? +3. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഫംഗ്ഷൻ യെസ് +3. അപ്പൊ നോക്കിയേ, ഗ്രാഫ് കണ്ടോ? ഗ്രാഫ് വന്നേക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? ഇനി ഡൊമൈനും റേഞ്ചും പറഞ്ഞേ. ഡൊമൈനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എക്സ് ആക്സിസിന്റെ മേലിൽ ഏത് പോയിന്റ് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും അല്ലെ? ഒരു വിഷയമില്ല. അപ്പൊ നമ്മൾ അതിൽ സേഫ് ആണ്. ഡൊമൈൻ വീണ്ടും 6 തന്നെയാണ്. എൻറ്റയർ എക്സ് ആക്സിസ് കിട്ടുന്നുണ്ട്. റിയൽ നമ്പേഴ്സ് മൊത്തത്തിൽ നമുക്ക് ഡൊമൈൻ ആണ്. വാട്ട് അബൌട്ട് റേഞ്ച്? ഇവിടെ നോക്കിക്കേ, റേഞ്ച് നമുക്ക് വരുന്നത് നമ്മൾ ഇവിടുന്ന് എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഒരു വര നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒരു പാരലൽ ആയിട്ട് ഒരു വരയുണ്ട്. നമ്മൾ ഇങ്ങനെ മേലോട്ട് കൊണ്ടുപോകുമ്പോൾ വൈയുടെ ഏത് വാല്യൂവിനാണ് നമ്മൾ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നത്? വൈയുടെ 3 എന്ന് പറയുന്ന വാല്യൂവിലാണ് നമ്മുടെ ആ വര ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നത്. സോ 3 തൊട്ട് മേലേക്കായിരിക്കും നമുക്ക് വാല്യൂസ് വരിക. ശരിയല്ലേ? 3 തൊട്ട് മേലേക്കായിരിക്കും നമുക്ക് വാല്യൂസ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേഞ്ച് എന്താ വരുന്നത്? ക്ലോസ്ഡ് 3 ടു ഇൻഫിനിറ്റി. ക്ലോസ്ഡ് 3 ടു ഇൻഫിനിറ്റി ആണ് നമുക്ക് വാല്യൂ വരിക. ഓക്കെ, അപ്പൊ 3 ഇൻക്ലൂഡഡ് ആണോ വാല്യൂ എന്ന് അറിയുന്നത് എങ്ങനെയാ മക്കളെ? ഇപ്പൊ ഇവിടെ എക്സിന് പകരം നിങ്ങൾ 2 കൊടുക്കാം. അപ്പൊ 2 - 2 0 + 3. 3 വന്നു. f of x equal to 3 വരുന്ന കേസ് ഉണ്ടോ നോക്കിയല്ലേ ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്യാണ് 3 ഇൻക്ലൂഡഡ് ആണോ? അപ്പൊ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ 3 ടു ഇൻഫിനിറ്റി, ക്ലോസ്ഡ് 3 ടു ഇൻഫിനിറ്റി ആണ് നമ്മുടെ റേഞ്ച് വരിക. അതൊക്കെ സിമ്പിൾ ആണ് അല്ലേ? അടുത്ത നോക്കിക്കേ, 2x² മൈനസ്, ഇത് ഞാനൊന്ന് ഹൈഡ് ചെയ്യാണ്, 2x² minus 8x plus 5. പ്ലോട്ട് ആയോ? പ്ലോട്ട് ആവല്ലേ ചേട്ടാ? +5. ഓക്കെ, 2x² minus 8x plus 5. നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കണം. വീണ്ടും നമ്മൾ ഡൊമൈനിന്റെ കാര്യത്തിൽ സേഫ് ആണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. ഒരു യു ഷേപ്പ് ആണ്. ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ടെന്ന് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് റേഞ്ച് പറയുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഡൊമൈൻ എന്താണ്? എൻറ്റയർ 6 തന്നെ വരും. വി ആർ ഷുവർ. ഇനി നമുക്ക് റേഞ്ച് നോക്കാം. റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെ ഉണ്ട്? നിങ്ങളൊന്ന് സൂം ചെയ്താൽ ഞാൻ മനസ്സിലാവും. ഇവിടെ -3 ആണ് ടച്ച് ചെയ്യുന്നത് അല്ലെ? നമ്മൾ എക്സ് ആക്സിന്റെ പാരലൽ ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ പോകുമ്പോൾ അത് y ആക്സിൽ തൊടുന്നത് എവിടെയാണ്? -3ലാണ്. -3 ഇൻക്ലൂഡ് ആയിരിക്കുമോ? -3 ഇൻക്ലൂഡ് ആയിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് അല്ലെ? സൊല്യൂഷൻ ഉണ്ട്. യെസ്, ഇത് കറക്റ്റ് ആയിട്ട് -3ലാണ് ടച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് കാണുന്നുണ്ട്. ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഓൾ റൈറ്റ്. സോ -3 ടു ഇൻഫിനിറ്റി ആയിരിക്കും അവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത്. 6 -3 ടു ഇൻഫിനിറ്റി. ഇനിയോ എക്സ് മൈനസ് ഫ്ലോർ എക്സ്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ 1.2 ആണ് നമ്മുടെ എക്സ് എന്നുണ്ടെങ്കിൽ f of x എന്തായിരിക്കും? 1 ആയിരിക്കും. 1.2നേക്കാൾ ചെറിയ ഏറ്റവും വലിയ ഇന്റിജർ. ഓക്കെ, സോ 2.2 ആണെങ്കിലോ 2 ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരിക. 3.5 3.9 ആണെങ്കിൽ 3 ആയിരിക്കും വരിക. അപ്പൊ ഫ്ലോർ ഫംഗ്ഷൻ നമ്മൾ FLOOR x നടിച്ചാൽ മതി. സോ എക്സ് മൈനസ്, ഞാനൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്, എക്സ് മൈനസ് ഫ്ലോർ ഓഫ് x. x minus floor of x. Okay, നമ്മുടെ ഗ്രാഫ് ഓക്കെ, നല്ല രസമുള്ളൊരു ഗ്രാഫാണല്ലോ വിട്ടേക്കുന്നത്. യെസ്, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഗ്രാഫ് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വേരിയൊക്കെ വരച്ച പോലെയുണ്ട്. ഓക്കെ, അപ്പൊ എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ് നമ്മളിപ്പോ ചെയ്തത്. ഓക്കെ, ഇതിന്റെ ഡൊമൈനും റേഞ്ചും എന്താ മക്കളെ? ഒന്ന് പറഞ്ഞേ. ഡൊമൈൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡൊമൈൻ എൻറ്റയർ 6 കിട്ടുന്നില്ലേ? അതായത് ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഇവിടെയുള്ള വാല്യൂസ് ആണെന്ന് വിചാരിക്കും. അതായത് ഇപ്പം 0ക്കും 1നും ഇടയിലുള്ള വാല്യൂസ് ആണ്. ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. എനിക്ക് എഫ് വാല്യൂസ് ഗ്രാഫ് വരുന്നുണ്ട് അല്ലെ? ഏത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാം. 2നും 1നും ഇടയിലുള്ള വാല്യൂസ് എടുക്കാം, 2 എടുക്കാം. അപ്പൊ ഏത് വാല്യൂ ഞാൻ ഇവിടേക്ക് എടുത്തു കഴിഞ്ഞാലും എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ഡൊമൈൻ എന്ന് പറയുന്നത് എൻറ്റയർ 6 ആണ്.
ആൻഡ് വാട്ട് അബൌട്ട് റേഞ്ച്? റേഞ്ച് നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും, അതായത് 0 തൊട്ട് 1 വരെയാണ് ഈ y വാല്യൂസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള ടെൻഡൻസി വരും 0യും 1ഉം ആണ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് 0യോ ഓപ്പൺ 0യോ 1ഓ എന്താണെന്നുള്ളത് കൺഫ്യൂഷൻ മാത്രമേ വരുള്ളൂ. അപ്പൊ 0 to 1 ആണെന്ന് അറിയാം. ഇനി 0 ഇൻക്ലൂഡഡ് ആണോ 1 ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് സംശയം മാത്രമേ ഉള്ളൂ, റൈറ്റ്? സോ എക്സിന് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ f of x അല്ലെങ്കിൽ q of x equal to 0 എന്ന് കിട്ടും. അപ്പൊ 0 ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ റേഞ്ചിൽ. ഇമേജ് ആയിട്ട് നമുക്ക് 0 കിട്ടുന്നുണ്ട്. ഇനി വാട്ട് അബൌട്ട് 1? നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ 1 കൊടുത്തിട്ട് കാര്യമില്ല അല്ലെ. അപ്പം ഒരു 1 പോയിന്റ് എന്തെങ്കിലും കൊടുക്കണം. ഇപ്പൊ അതായത് ഇപ്പൊ ഒരു 1.2 കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പം എക്സിന് പകരം 1.2 കൊടുത്തു കഴിഞ്ഞാൽ 1.2 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 1.2 എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. അപ്പൊ 1.2 മൈനസ് 1 0.2. ഓക്കെ, 2 കൊടുത്തു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ 2.2 കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ 2 മൈനസ് 2.2ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്താ? 2. അപ്പൊ 2.2 മൈനസ് 2 എന്ന് വരും. അപ്പൊ വീണ്ടും 0.2 വന്നു. ഒരു 3.9 ആണ് വാല്യൂ, എക്സിന്റെ വാല്യൂ എടുക്കുന്നത്. എന്നാൽ എക്സിന്റെ വാല്യൂ 3.9 എടുത്തു. അപ്പൊ എന്ത് വരും? 3.9 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഓഫ് 3.9 എത്രയാ? 3. അപ്പൊ 3.9 മൈനസ് 3 0.9. നമുക്ക് എന്തൊക്കെ ചെയ്താലും 1 എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ 3.9 എടുത്തു. 3.9 എടുത്തു കഴിഞ്ഞാൽ 3.9 മൈനസ് 3, അപ്പൊ 0.9 വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു 4.999 എടുത്തു. അത് ചെയ്താലും 4.999 മൈനസ് 4 ആവില്ല. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ തൊട്ട് താഴെ ഇന്റിജറേ വരുള്ളൂ. അപ്പൊ എന്തൊക്കെ ചെയ്താലും നമുക്ക് 1 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് അവിടെ കിട്ടത്തില്ല. അപ്പൊ ഇതില് നമുക്ക് റേഞ്ചിനകത്ത് 1 വരുന്നില്ല. അപ്പൊ നമുക്കിത് കാണുമ്പോൾ തോന്നും ശരിയാ 1നോട് വരുന്നുണ്ട് എന്ന്. പക്ഷെ ആക്ച്വലി എന്ത് ചെയ്യുന്നില്ല, അത് 1ലേക്ക് നമ്മൾ എത്തുന്നില്ല. 1 എന്ന് പറഞ്ഞൊരു ഔട്ട്കം നമുക്ക് കിട്ടില്ല. സോ റേഞ്ച് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ക്ലോസ്ഡ് 0 ഓപ്പൺ 1 ആയിരിക്കും നമ്മുടെ റേഞ്ച്. ശ്രദ്ധിക്കാം മക്കളെ, 1 ഇൻക്ലൂഡഡ് അല്ല, ക്ലോസ്ഡ് 0 ഓപ്പൺ 1 ആയിരിക്കും നമ്മുടെ റേഞ്ച്. ഓക്കെ, അതൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. ഇനി നോക്കിയേ, 3 മൈനസ് എക്സ് സ്ക്വയർ, 3 മൈനസ് എക്സ് സ്ക്വയർ. സോ നമുക്ക് ഇവിടെ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഗ്രാഫാണ് കിട്ടിയത് അല്ലേ. ഡൊമൈൻ്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. എൻഡയർ ഉണ്ട്, എൻഡയർ ആർ മൊത്തത്തിലുണ്ട്. റേഞ്ച് ആണെങ്കിലോ ത്രീ തൊട്ടിട്ട് ഇങ്ങോട്ടാണ് വരിക അല്ലെ. എക്സ് 0 ആയി കഴിഞ്ഞാൽ 3 തൊട്ടിട്ട്, അപ്പൊ 3 മൈനസ് ഇൻഫിനിറ്റി ടു 3 ക്ലോസ് ടു 3 ആണ് അതിന്റെ റേഞ്ചും വരിക. ഇനി റൂട്ട് ഓഫ് 4 മൈനസ് എക്സ്. ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആവാൻ സാധ്യത നിങ്ങൾ കാണുന്നില്ലേ. റൂട്ട് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? SQRT ഓഫ് 4 മൈനസ് എക്സ്. 4 മൈനസ് എക്സ്. ആഹാ, ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 മൈനസ് എക്സ്. നല്ല രസമുള്ള ഒരു ഗ്രാഫാണ് കിട്ടിയേക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചെറിയൊരു ട്വിസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്താ? ഡൊമൈൻ നമുക്ക് മൊത്തത്തിലുണ്ടോ? ഇല്ല. ഇവിടെ ഇങ്ങോട്ടുള്ള വാല്യൂസ്, അതായത് 5, 6, 7, 8 എന്തില്ല, നമുക്ക് ഗ്രാഫിന്റെ ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. സോ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 4 വരെയുള്ളതിന് മാത്രമേ എന്ത് വരുന്നുള്ളൂ, നമുക്ക് ഡൊമൈൻ വരുന്നുള്ളൂ. ഓക്കെ, എക്സ് വാല്യൂസ് മൈനസ് ഇൻഫിനിറ്റി ടു 4 കൊടുത്താൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. 4 കഴിഞ്ഞ് അങ്ങോട്ടുള്ളതിനൊന്നും ഇല്ല. ഇനി 4 ഇൻക്ലൂഡ് ആണോ? സോ മൈനസ് ഇൻഫിനിറ്റി ടു 4, ക്ലോസ്ഡ് 4 ആണ് നമ്മുടെ ഡൊമൈൻ വരും. റേഞ്ച് ഇവിടെ നിന്ന് എങ്ങോട്ടാണ് വരുന്നത്? റേഞ്ച് നോക്കിക്കേ നിങ്ങൾ. അതായത് ഇപ്പൊ 4 എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ തോന്നുന്നത് ഇവിടെ നിന്നല്ലേ വരുന്നത്, 4 അല്ലേ വരുന്നത്. പക്ഷെ 4 എക്സ് ആക്സിസിലാണ്. ആ എക്സ് ആക്സിസിനെ കണക്കാക്കിയിട്ട് നമ്മളൊരു വര വരച്ചു കഴിഞ്ഞാൽ വൈ ആക്സിസ് എവിടെ തൊട്ടേ ഉണ്ട്? 0 തൊട്ടേ ഉണ്ട് അല്ലെ. പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്. സോ 0 ടു മേലേക്കാണ് വരിക. അപ്പൊ 0 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ എന്ത് വരുന്നത് മക്കളെ? റേഞ്ച് വരുന്നത്. അപ്പൊ ക്ലോസ് 0 ഇൻഫിനിറ്റി ആണ് റേഞ്ച് വരിക. ഓൾ റൈറ്റ്, അടുത്ത ഫംഗ്ഷൻ ഏതാ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 4. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ, SQRT ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 4. ഓക്കെ, ആഹാ, ഇത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോ മക്കളെ, അതായത് ഇവിടെയുള്ള ഏത് വാല്യൂ -2ന് ലെഫ്റ്റിലേക്കുള്ള ഏത് വാല്യൂ എക്സ് ആക്സിസിൽ കൊടുത്താലും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. ഗ്രാഫ് ഉണ്ട്. 2 തൊട്ട് മേലോട്ട് 4, 5, 6 അങ്ങനെ ഏത് വാല്യൂ കൊടുത്താലും നിങ്ങൾക്ക് ഗ്രാഫ് ഉണ്ട്. പക്ഷേ -2നും 2നും ഇടയിൽ എന്തില്ല, നിങ്ങൾക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ റിയൽ ആക്സിസിൽ നിന്ന് ഈ -2 തൊട്ട് 2 വരെയുള്ള പോർഷൻ അങ്ങ് റിമൂവ് ചെയ്യണം. R മൈനസ് ഒരു ഇന്റർവെൽ ആക്കി എഴുതണം. ഇനി ആ ഇന്റർവെൽ ആക്കി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ക്ലോസ്ഡ് -2 2 ആണോ, ഓപ്പൺ -2 2 ആണോ എന്നുള്ളത് അറിയണം. അപ്പൊ ക്ലോസ്ഡ് -2 2 എന്ന് പറഞ്ഞാൽ എന്താ? -2ഉം 2ഉം ഡൊമൈനിൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ അത് ഡിഫൈൻഡ് ആവരുത്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യണം. -2 നമ്മൾ ഫംഗ്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും -2യുടെ സ്ക്വയർ 4 - 4 0. ഓക്കെ, ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഡെഫിനിഷൻ ഒന്നും ഒരു പ്രശ്നവും ഇല്ല അല്ലെ. പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എന്താ? -2 നമ്മുടെ ഫംഗ്ഷനിൽ ഡൊമൈനിൽ ഉണ്ടായിരിക്കണം. നമ്മൾ റിമൂവ് ചെയ്യാൻ പാടില്ല. ആറിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയാ? അതേപോലെ തന്നെയാണ് 2ന്റെ കേസും. 2 നമ്മുടെ ഡൊമൈനിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ആറിൽ നിന്ന് എന്താ റിമൂവ് ചെയ്യേണ്ടത്? R മൈനസ് ഓപ്പൺ -2 to 2 ആണ് നമ്മൾ ചെയ്യേണ്ടത്.
ക്ലിയർ ആയോ മക്കളെ? ഓപ്പൺ -2 to 2 ആണ് നമ്മൾ ഇന്റർവെൽ ആറിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത്. ക്ലോസ്ഡ് ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ 2 അടക്കം അല്ലെങ്കിൽ -2 2 കൂടിയാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷന്റെ തെറ്റിപ്പോയി. കാരണം 2 നമുക്ക് ഡൊമൈനിൽ വേണം, അതിന് വാല്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം, r മൈനസ് ക്ലോസ്ഡ് -2 2 എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ രണ്ട് ഇന്റർവെല്ലിന്റെ യൂണിയൻ ആയിട്ട് എഴുതാം. ഏതൊക്കെയാണ് രണ്ട് ഇന്റർവെല്ല്? ഒന്ന് -2 തൊട്ട് ഇൻഫിനിറ്റി വരെ, അതായത് -∞ ടു ക്ലോസ്ഡ് -2 യൂണിയൻ ക്ലോസ്ഡ് 2 ടു ഇൻഫിനിറ്റി. അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഇന്റർവെൽ, അതിൽ 2 ഇൻക്ലൂഡഡ് ആണ്, ക്ലോസ്ഡ് ആയിരിക്കണം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇന്റർവെൽ യൂണിയൻ. ഈ രണ്ട് കേസിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, r മൈനസ് ഇന്റർവെൽ അല്ലെങ്കിൽ രണ്ട് ഇന്റർവെല്ലിന്റെ യൂണിയൻ, അങ്ങനെയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓൾ റൈറ്റ്, ഇനി നോക്കിക്കേ, ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ. റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് SQRT ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. ആഹാ, സെമി സർക്കിൾ ആയിട്ട് ഒരു ഗ്രാഫ് കിട്ടി അല്ലേ? സിമ്പിൾ ആണ്. ഇതിന്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിച്ചേ. ഈ -3യുടെ ഇപ്പുറത്തേക്ക് ഒന്നും ഗ്രാഫ് ഇല്ല, ഇവിടെ 3യുടെ ഇപ്പുറത്തേക്ക് ഗ്രാഫ് ഇല്ല. സോ ഡൊമൈൻ എന്തായിരിക്കും? -3 to 3. ഇൻക്ലൂഡഡ് ആണോ? -3യും 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ കിട്ടുമോ? കിട്ടും. 9 - 9 0 കിട്ടും. സോ ക്ലോസ്ഡ് ഇന്റർവെൽ -3 to 3 ആയിരിക്കും നമ്മുടെ ഡൊമൈൻ. വാട്ട് ഈസ് റേഞ്ച്? 0 തൊട്ട് 3 വരെയേ ഉള്ളൂ അല്ലേ? കാരണം ഇപ്പൊ നമ്മൾ എക്സിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ √9 +3 കിട്ടി. അപ്പം 3 ഇൻക്ലൂഡഡ് ആണ്. 3 ഇൻക്ലൂഡ് ആയതുകൊണ്ട് 0 ടു ക്ലോസ്ഡ് 3, അതാണ് നമ്മുടെ റേഞ്ച് വരിക. സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരുപാട് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് കണ്ടുപിടിച്ചില്ല മക്കളെ? ഓക്കെ, ഇനി നമുക്ക് റാഷണൽ ഫംഗ്ഷൻസ് വേണ്ട, ഇനി പീസ് വൈസ് ഫംഗ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. പീസ് വൈസ് ഫംഗ്ഷൻ 3.3, അതായത് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ചില ക്ലോസ്ഡ് ഇന്റർവെല്ലിലോ അല്ലെങ്കിൽ കണ്ടോ ഇതേപോലെ, അതായത് ഒന്നാമത്തെ കേസ് എക്സ് 2 2ൽ ചെറുതോ ആണെങ്കിൽ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്, എക്സിന്റെ വാല്യൂ 2ൽ കൂടുതലാണെങ്കിൽ 2x + 1, അങ്ങനെയുള്ളതിനാണ് നമ്മൾ പീസ് വൈസ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ അങ്ങനത്തെ ഫംഗ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ മേലെയുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ഗ്രാഫ്സുകൾ ഈ കമാൻഡ് യൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ ടാസ്ക്. അപ്പോൾ ഫസ്റ്റ് f of x ഈക്വൽ ടു ഇത് ചെയ്ത് നോക്കാം, എക്സ് സ്ക്വയറും 2x + 1. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇഫ് കണ്ടീഷൻ അടിക്കാം. ഇഫ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഫ് കണ്ടീഷൻ ഓൾറെഡി നമ്മളൊരു ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ക്രോസ് സ്ക്വയർ ബ്രാക്കറ്റോ അല്ലെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റോ ഇത് വേണമെങ്കിൽ അടിക്കാം. അപ്പോൾ നമ്മൾ പീസ് വൈസ് ഇത് നമ്മൾ വായിക്കുന്ന എങ്ങനെ ഈ ഫംഗ്ഷൻ? ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x², അതേപോലെ അടിച്ചു കൊടുത്താൽ മതി. ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ എടുക്കുന്നത് എങ്ങനെയാ? എക്സ് ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ഇത് ഈക്വൽ ടു 2, കോമ ഫംഗ്ഷൻ എന്താ? x² കോമ അടുത്ത കണ്ടീഷൻ അടിക്കാം, എക്സ് ഗ്രേറ്റർ ദാൻ 2, കോമ അടിക്കുക. അവിടെ എന്താ ഫംഗ്ഷൻ വരുന്നത്? 2x + 1. ഓക്കെ, കണ്ടോ? ഓക്കെ, ഇത് നമ്മൾ ഹൈഡ് ചെയ്തില്ല അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. എന്താ ചെയ്തേ? ഇഫ് ഇത് കണ്ടോ, ഇവിടെ വന്നത് കണ്ടോ? നമ്മുടെ ഈ നമ്മുടെ ബുക്കിന് PDF-ലുള്ള അതേപോലെ തന്നെ വന്നു. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആവുന്ന കേസിൽ x² ആണ്. നമ്മൾ ഇഫ് അടിക്കുക, എന്നിട്ട് ഈ ഫംഗ്ഷൻ നമ്മൾ വായിക്കുന്ന അതേപോലെ കോമ ഇട്ടങ്ങ് എഴുതിയാൽ മതി. ഇഫ് അടിക്കുന്നു ആദ്യം, എന്നിട്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ x², ഒരു കോമയും കൂടി ഇടുക. എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ 2x + 1. കഴിഞ്ഞു. നമുക്കിത് ഇങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ അടിപൊളിയായിട്ട് കിട്ടും. നല്ല രസമുണ്ടല്ലോ ഇതൊക്കെ ചെയ്യാൻ. എനിക്ക് ഭയങ്കര ത്രില്ലായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രാഫ് ഇതിങ്ങനെ പഠിപ്പിച്ചു തരുന്ന സമയത്ത്. നല്ല രസമുണ്ട് ചെയ്യാൻ. ഞങ്ങൾ പഠിക്കുമ്പം ഗ്രാഫ് ഇത് പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇനി ഇതിന്റെ ഡൊമൈൻ റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഡൊമൈൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ഒരു മുറിഞ്ഞ ഇതൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ അതൊന്നൊരു വിഷയമുള്ള കേസല്ല. നമ്മൾ എക്സ് ആക്സിന്റെ മേലുള്ള ഏത് പോയിന്റ് എടുത്ത് കൊടുത്താലും നമുക്ക് വാല്യൂ കിട്ടും. കാരണം ഇപ്പോൾ നിങ്ങൾ 2 ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നോക്കി, ഇവിടുന്ന് ഇവിടെ വരെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും അത് മേക്കപ്പ് ചെയ്ത് 4 5 എന്നുള്ള രീതിയിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ലേ? യെസ്, ഇങ്ങനെയാണ് വരുന്നത്. അതായത് എക്സ് ഇവിടെ 2 എന്നുള്ള വാല്യൂ ഇല്ലേ, 2ന് താഴെയുള്ള വാല്യൂസിനൊക്കെ ഫംഗ്ഷൻ x² ആണ്. 2ന് മേലേക്കുള്ള വാല്യൂസിനൊക്കെ 2x + 1, അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഒരു വിഷയമുള്ള കേസ് അല്ല. അവിടെ വാല്യൂ അവർ എടുക്കുന്നുണ്ട് അല്ലേ? അവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത കേസ് അല്ല വരുന്നത്. ഓൾ റൈറ്റ്, ഇനി നമുക്ക് റേഞ്ച് നോക്കാം. റേഞ്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂസ് മൊത്തത്തിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം ഡൊമൈൻ കിട്ടി, മൊത്തം എക്സിലും കിട്ടുന്നുണ്ട്. റേഞ്ചിനോ y വാല്യൂ, അതായത് നെഗറ്റീവ് വാല്യൂസ് ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി 0 to ഇൻഫിനിറ്റിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും 4 to 5 ഇവിടെ ഗ്യാപ്പ് ആണല്ലോ എന്ന് തോന്നും. പക്ഷെ പ്രശ്നമല്ല, ഇവിടെ ഉണ്ട്, ഇവിടുത്തെ 4 to 5 ഒക്യുപ്പൈഡ് ആണ്. വൈക്ക് ഇവിടെ വാല്യൂസ് വരുന്നുണ്ട്. ഈ വാല്യൂസ് റേഞ്ചിൽ ഉൾപ്പെടുന്നതായതുകൊണ്ട് അവിടെയും ഗ്യാപ്പ് ഒന്നും വരുന്നില്ല. ക്ലോസ്ഡ് 0 to ഇൻഫിനിറ്റി തന്നെയാണ് നമ്മുടെ റേഞ്ച് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഡൊമൈൻ റേഞ്ച് മനസ്സിലായല്ലോ? അടുത്ത ഫംഗ്ഷൻ എന്താ?
എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ക്യൂബ്. ഓക്കെ, വീണ്ടും ഇഫ് അടിക്കുവാണേ. ഇഫ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇവിടെ കമോൺ ശ്രദ്ധിക്കൂ. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, നമ്മൾ ലെസ് ദാൻ അടിക്കുന്നു, ഈക്വൽ ടു അടിക്കുന്നു, 0 അടിക്കുന്നു, കോമ, അങ്ങനെയാണെങ്കിൽ എന്താന്ന് പറഞ്ഞേ എക്സ് ക്യൂബ്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സെറ്റായി. ഒരു കോമയും കൂടി എടുക്കാം. എന്നിട്ട് എന്ത് വരും? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താ ഫംഗ്ഷൻ വരിക? എക്സ് സ്ക്വയർ പ്ലസ് 1. കോമ ഇടണേ, കോമ മറക്കരുത്. എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, സെറ്റ്. അയ്യോ, ഇത് ഹൈഡ് ചെയ്തില്ല, ഹൈഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ കേസ്? ഇവിടെ 0-നേക്കാൾ ചെറിയ വാല്യൂ അല്ലെങ്കിൽ 0 ആണെങ്കിൽ എക്സ് ക്യൂബ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. 0-നേക്കാൾ ചെറിയ വാല്യൂ അല്ലെങ്കിൽ 0 ആണെങ്കിൽ താഴേക്കുള്ള ഈ ഭാഗമാണ് നമ്മുടെ എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി എക്സ് 0-യേക്കാൾ വലുതാണെങ്കിൽ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 1 മേലേക്കുള്ള വാല്യൂ. ഓക്കെ, എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ ഡൊമൈനിൽ? ഒരു പ്രശ്നവും ഇല്ല. മൊത്തം ഏത് വാല്യൂ ഇട്ടു, നിങ്ങൾ കാണുമ്പോൾ ഇല്ലടാ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിങ്ങനെ തോന്നും, പക്ഷേ ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കേസ് ഇതാണ് മക്കളെ. ഡൊമൈൻ എന്ന് പറയുന്നത് എൻറ്റയർ ആർ ആണ്. റേഞ്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ 0 ഇൻക്ലൂഡ് ആണോ? 0 ഇൻക്ലൂഡഡ് ആണോ നോക്കിക്കേ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കേസിൽ എന്താ 0 ഇൻക്ലൂഡഡ് ആവേണ്ടത്? ഇവിടെയാണ് എക്സ് ക്യൂബ്. അപ്പൊ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 വരും. സോ 0 വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0 ഇൻക്ലൂഡ് ആണ്. സോ വൈ വാല്യൂല് 0 ഉണ്ട്. ഇനി അടുത്ത കേസിലോ എക്സ് ഗ്രേറ്റർ ദാൻ 1. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസിൽ വൈയിൽ എല്ലാ വാല്യൂസ് ഉണ്ടോ നമ്മൾ നോക്കുന്നത് അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആവാന്ന് പറഞ്ഞാൽ ഒരു 0.1 ഇട്ട് കൊടുത്തു. 0.1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? 0.1ന്റെ സ്ക്വയർ 0.001 പ്ലസ് 1. അപ്പൊ 1.001 ആയിരിക്കും നമ്മുടെ ഔട്ട്കം വരിക. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടുന്ന് നിങ്ങൾക്ക് ഇവിടെ വരെയുള്ള വാല്യൂസ് ഇല്ല അല്ലെ? 0 തൊട്ട് 0 ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ഫംഗ്ഷനിൽ റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷേ 0 തൊട്ടപ്പുറത്തെ പോയിന്റ് തൊട്ട് 1 വരെയുള്ള വാല്യൂ എന്ത് വരുന്നില്ല? നമുക്ക് വാല്യൂസ് വരുന്നില്ല. കാരണം നിങ്ങൾ 0 കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത് ഏത് പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും എക്സിന്റെ വാല്യൂ 0 കഴിഞ്ഞപ്പോൾ ഒരു 0.01 0.001 എന്തിട്ട് കൊടുത്താലും അതിന്റെ സ്ക്വയർ പ്ലസ് 1 എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ 1ന് മേലേക്ക് പോയി ഫംഗ്ഷൻ. ഇവിടെ ഈ എക്സിനും 0യ്ക്കും 1നും ഇടയിലുള്ള ഏത് എക്സ് വാല്യൂ കൊടുത്താലും നമുക്ക് എന്താ വരിക? വൈ വാല്യൂ 1ന് മേലേക്ക് പോയി. അപ്പൊ ഈ ഭാഗത്ത് ഈ ഒരു കാണുന്ന ഭാഗം ഇല്ലേ, ഇവിടെ എന്തില്ല? നമുക്ക് റേഞ്ചിൽ ഈ സാധനം ഇല്ല. അപ്പൊ നമ്മുടെ റേഞ്ച് എന്ത് വരണം? എൻറ്റയർ ആറിൽ നിന്ന് നമ്മൾ എന്താ മൈനസ് ചെയ്യേണ്ടത്? 0 സംഭവം ഉണ്ട്, നമുക്ക് റേഞ്ചിലുണ്ട്. അപ്പം ഓപ്പൺ 0 ക്ലോസ്ഡ് 1 നമ്മൾ കൊടുക്കണം. മനസ്സിലായോ? പീസ് വൈസ് ആയതുകൊണ്ടാണ്. 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശരിക്കും ഇപ്പം എക്സ് സ്ക്വയർ പ്ലസ് 1 നമുക്ക് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. പക്ഷെ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിലേ അത് വരുന്ന കേസുള്ളൂ. റൈറ്റ്. സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പൺ 0 ടു ക്ലോസ്ഡ് 1 നമ്മൾ ആറിൽ നിന്ന് മൈനസ് ചെയ്താലാണ് നമുക്ക് റേഞ്ച് കിട്ടുക. സോ ആർ ഇസ് ഈക്വൽ ടു ആർ മൈനസ് റേഞ്ച് ഇസ് ഈക്വൽ ടു ആർ മൈനസ് ഓപ്പൺ 0 ക്ലോസ്ഡ് 1. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ മക്കളെ? എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാല്യൂവിന്റെ ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടുപിടിക്കേണ്ടത്? പീസ് വൈസ് ആയതുകൊണ്ടാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. ഈ ആക്ടിവിറ്റിയിൽ നമുക്ക് ഒരൊറ്റ ചോദ്യം കൂടി ഇൻക്ലൂഡഡ് ആണ്. അതായത് നമുക്ക് ഈ ഫംഗ്ഷൻ, അതായത് ഗ്രാഫ് കണ്ടിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ പീസ് വൈസ് ആണെന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു മിക്സ് ഓഫ് ഗ്രാഫ്സ് ആണ് അല്ലേ? അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓൾറൈറ്റ്. ഇപ്പൊ ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. അതായത് ഇൻഫിനിറ്റി ടു 1 വരെ അല്ലെങ്കിൽ -∞ ടു 1 വരെ എന്താണ്? എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ്. ഓക്കെ, -∞ ടു 1 എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫാണ്. 1 തൊട്ട് അങ്ങോട്ടേക്ക് ഏതാണ് ഫംഗ്ഷൻ? അതായത് 1 to 2 ആണ് നമുക്ക് ഒരു വരയുള്ളത്, പിന്നെ 2 to 3 ആണുള്ളത്. അപ്പൊ ഏതായിരിക്കും ഫംഗ്ഷൻ വരിക? അപ്പൊ 1.2 ആണെങ്കിലും 1 ആണ്, 1.9 ആണെങ്കിലും 1 ആണ്. അപ്പൊ ഏതാ ഫംഗ്ഷൻ മക്കളെ? അത് ഫ്ലോർ ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ വരും? നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഫംഗ്ഷൻ സ്റ്റെപ്പ് ആയിട്ട് എഴുതേണ്ടത്? ഇഫ് അല്ലെ, ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്ത് വരും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എക്സ് ഇടാം. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എക്സ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് സ്ക്വയർ. അതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഒബ്സർവേഷൻ ബുക്കിലേക്ക് വരയ്ക്കുകയും കൂടെ വേണം. അപ്പൊ നിങ്ങൾ ഒബ്സർവേഷൻ ബുക്കിലേക്ക് എഴുതുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ഈ ഹെഡിങ് ലാബ് 3 എഴുതുന്നു, ഡൊമൈനും റേഞ്ച് എഴുതുന്നു, എയിം എഴുതുന്നു, കൺസെപ്റ്റ് എഴുതുന്നു. എന്നിട്ട് നിങ്ങൾ ആക്ടിവിറ്റി ഈ ബുക്കിന്റെ ചിഹ്നമുള്ള ഈ ക്വസ്റ്റൻ ഇല്ലേ, ഈ ക്വസ്റ്റൻ എഴുതുന്നു. എന്നിട്ടാണ് നിങ്ങൾ ലാബ് ചെയ്യുന്നത്. ലാബ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒബ്സർവേഷൻസ് നിങ്ങൾ ഡൊമൈനും റേഞ്ച് ഒക്കെ ആയിട്ട് ഈ ഒബ്സർവേഷൻ ബുക്കിൽ ഇങ്ങനെ എഴുതി പോകുന്നു. ഇത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. പീസ് വൈസ് ഫംഗ്ഷൻ ആക്ടിവിറ്റി 3.3 എന്ന ഹെഡിങ് കൊടുക്കുന്നു. നമ്മൾ കണ്ടുപിടിച്ച ഡൊമൈനും റേഞ്ച് ഒക്കെ എഴുതുന്നു. ഇതിന്റെ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ആ ഫംഗ്ഷൻ എഴുതുന്നു. കംപ്ലീറ്റ്. നമ്മുടെ ലാബ് 3 ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്.